Hello Max Magic. Today in this session we are discussing exercise 1.2. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ലാസ്റ്റ് വീഡിയോയിലുണ്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത്. നമ്മൾ 4 സെറ്റ് പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? എംപ്റ്റി, ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് ആൻഡ് വാട്ട് ലാസ്റ്റ് വൺ ഇസ് ഈക്വൽ സെറ്റ്. അപ്പോൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? ഏതായിരുന്നു നൾ സെറ്റിന്റെ എക്സാമ്പിൾ എന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഓഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1, 3, 5, 7 അല്ലേ? അപ്പോൾ ഡിവിസിബിൾ ബൈ 2 ആണ്. ഓക്കെ, 1/2 ഡിവിസിബിൾ ആണോ? അല്ല. നെക്സ്റ്റ് 3/2. നെക്സ്റ്റ് 5/2 ഡിവിസിബിൾ ആണോ? ഡിവിസിബിൾ ആണോ എന്ന് ചോദിക്കുന്നത് മനസ്സിലായോ? ഇപ്പം ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പൊ 4/2 ആണെങ്കിൽ 2 and 2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ 2 ആണ് അല്ലേ? അപ്പം എന്താണ്? ഡിവിസിബിൾ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? ഡിവിസിബിൾ അല്ല അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? It is an example of what? Null set. So this is a null set. Second question, set of even prime numbers. അപ്പൊ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11 അല്ലേ? നമുക്ക് നോക്കിയേ ഏതൊക്കെയായിരുന്നു പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11 പോവും അല്ലെ? നമ്മളോട് ചോദിച്ച സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. ഈവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏതാണ്? 2, 4, 6, 8 ഒക്കെയാണ് അല്ലെ? അപ്പൊ ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 2 മാത്രമേ ഉള്ളൂ അല്ലെ? പിന്നെ അങ്ങോട്ട് പോകുന്നതൊക്കെ 2, 3, 5, 7, 11, 13 ഈവൻ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഒരെണ്ണം ഉണ്ടോ? ഒറ്റ ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അപ്പൊ ഇത് നൾ സെറ്റ് ആണോ? ഇറ്റ്സ് നോട്ട് എ നൾ സെറ്റ്, റൈറ്റ്? കാരണം ഒരു എലമെന്റ് ഉണ്ട്, സിംഗിൾ ടൺ എലമെന്റ് എന്നാണ്. സിംഗിൾ ടൺ എലമെന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനില്ല, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സെറ്റ് പഠിക്കണം. ഇനി അടുത്തത് നോക്കിയേ, x is a natural numbers x less than 5. x less than 5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1, 2, 3 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? 1, 2, 3, 4 റൈറ്റ്. ഇനി അടുത്തത് x greater than 7. അപ്പൊ x greater than 7 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8, 9, 10 അങ്ങനെ ഏതൊക്കെ നമ്പേഴ്സ് കിട്ടി? 1, 2, 3, 4 ലെസ് ദാൻ 5 കിട്ടി. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആൻഡ് എന്നാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത എക്സസൈസിലാണ് നമുക്ക് ഇന്റർസെക്ഷനിലൊക്കെ ഉള്ള കുറച്ച് കോമൺ ഫാക്ടേഴ്സ് പഠിക്കാനുണ്ടോ, ഓപ്പറേഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിവേ ഇവിടെ ആൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ആൻഡ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, നമുക്കത് സ്പെസിഫൈ ചെയ്ത് എഴുതായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും എലിമെന്റ്സ് ഉണ്ടോ? നമുക്ക് കമ്പയർ ചെയ്യണം. 1, 2, 3, 4 ആൻഡ് 8, 9, 10. അതങ്ങ് മുമ്പോട്ട് 8x greater than 7 നമുക്ക് പോവാണ്. ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല അത്, ക്ലിയർ അല്ല അത്. അപ്പോൾ നമുക്ക് എന്താണ്? നൾ സെറ്റ് ആണ് അല്ലെ? there is no elements in that set. Therefore it is what? Null set. Clear ആയല്ലോ? ഇനി അടുത്തത് ഇതല്ല, null set. അടുത്തത് y such that y is a point common to any parallel lines. y എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്, common to any parallel lines. അപ്പൊ നോക്കി, ഇപ്പൊ 2 പാരലൽ ലൈൻസ്, ഒരു പോയിന്റ് ഉണ്ടോ കോമൺ ആയിട്ട്? ഇല്ല അല്ലെ? നമുക്ക് എങ്ങനെയൊക്കെ പാരലൽ ലൈൻസ് വരയ്ക്കാം? ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കാം. അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇന്റർസെക്ട് ചെയ്താലേ ഉള്ളൂ ഒരു കോമൺ പോയിന്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ? ഇവിടെ ഒരു പോയിന്റ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാലും എന്താണ്? കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉള്ളു അല്ലെ? ഇന്റർസെക്ട് ചെയ്യണം ഈച്ച് അതർ. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ ലൈൻ? ഇല്ല. അപ്പൊ പാരലൽ ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. സോ therefore there is no one point. അതുകൊണ്ട് ഇത് സെറ്റ് ആണോ? നൾ സെറ്റ് അല്ലേ? അല്ലേ? there is no elements, ഒന്നും ഇല്ല ഇതിനകത്ത്. therefore it is what? null set. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾസ് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. which of the following sets are finite and infinite set? ഫൈനൈറ്റും ഇൻഫിനിറ്റിനകത്തും ഏതായിരുന്നു നമുക്ക് ഓർത്തിരിക്കാനുള്ളത്?
ഡീറ്റെയിൽ ആയിട്ട് ഇൻഫിനിറ്റില് റൂൾസില് 3 ഡോട്ട്സ് ആണ്. നോക്കി 3 ഡോട്ട് ആണ് ഇൻഫിനിറ്റ്. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിവേ നമുക്ക് നോക്കിയാലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. മന്ത്സ് ഓഫ് എ ഇയർ നമുക്കറിയാം അല്ലെ. സെറ്റ് ഓഫ് മന്ത്സ് എത്രയാണെന്ന് നമുക്കറിയാം. കറക്റ്റ് ആയിട്ട് എത്രയാണ്? 12 മന്ത്സ് ആണ്. അതുകൊണ്ട് definite amount of elements അല്ല അല്ലേ. then definite number of elements ഉണ്ട്. therefore it is a finite set. next 1 2 3. so this is what? infinite, right? dot ഇട്ടിരിക്കുകയാണ്. അപ്പോഴേ ഓർത്തോണം അതെന്താണ്? infinite set. next third one 1 2 3 99 100. അപ്പോൾ up to 100. അപ്പോൾ ഇതൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 101 എന്ന് നമുക്ക് എഴുതാം, റൈറ്റ്? അങ്ങനെ ഒരു പ്രോപ്പർട്ടി അല്ലേ. നോക്കി, നമുക്ക് കൗണ്ടബിൾ ആണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ അതിന് എന്താണ്? ഫൈനൈറ്റ് സെറ്റ്. ക്ലിയർ? നെക്സ്റ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100നെ കഴിഞ്ഞ് ഗ്രേറ്റർ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 101 102, റൈറ്റ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ, അതങ്ങനെ അങ്ങ് പോവും അല്ലേ. ഗ്രേറ്റർ ദാൻ 100 ആണ്. കൗണ്ടബിൾ ആണോ? ഇൻഫിനിറ്റ് ആണല്ലേ. സോ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 നമുക്ക് കൗണ്ട് ചെയ്യാം, റൈറ്റ്? കുറച്ച് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലേ ഉള്ളൂ. സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99 അതൊരു കറക്റ്റ് കണ്ടീഷൻ ആണ് അല്ലേ, കൗണ്ടബിൾ ആണ്. സോ ഇറ്റ് ഈസ് വാട്ട്? ഫൈനൈറ്റ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. in the following state whether a equal to b or not. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു എ ബി സി ഡി, ബി ഈക്വൽ ടു ഡി സി ബി എ. ക്ലിയർ ആണല്ലോ അല്ലേ? എ ബി സി ഡി ആണ് എലമെന്റ്സ്. നോക്കി, ഡി സി ബി എ. അപ്പൊ ഇവിടുത്തെ സെയിം എലമെന്റ്സ് അല്ലേ. നോക്കിക്കേ, എ ബി സി ഡി, ഇവിടെ ഉണ്ട് എ ബി സി ഡി. ക്ലിയർ അല്ലേ? അപ്പൊ സെയിം എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി. ക്ലിയർ? ഇനി അടുത്ത എ ഈക്വൽ ടു 4 8 12 16. നോക്കിക്കേ, 4 8 12 ഉണ്ടോ? 12 ഇല്ല. 12ന് പകരം എന്താണ്? 18 ആണ്. ഈക്വൽ സെറ്റ്? നോ, ഇറ്റ്സ് നോട്ട് ആൻ ഈക്വൽ സെറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എ ഈക്വൽ ടു 2 4 6 8 10, b ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഈവൻ ഇന്റീജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. നമുക്ക് തന്നിരിക്കുന്ന എന്താണ് പ്രോപ്പർട്ടി? എക്സ് ഇസ് എ പോസിറ്റീവ് ഈവൻ ഇന്റീജർ. അപ്പൊ ശ്രദ്ധിച്ചോണം, പോസിറ്റീവും ആണ് ഈവൻ ഇന്റീജേഴ്സും ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നമ്പേഴ്സ്? എങ്ങനെ എഴുതാം നമ്പേഴ്സ്? പോസിറ്റീവ് ഈവൻ ഇന്റീജേഴ്സ് ആണ് അല്ലെ. അപ്പൊ പ്ലസ് ആണ്, ഈവൻ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 2 4 6 8 10 ഉണ്ട്. വൈ? ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പം 10 ഇൻക്ലൂഡ് ചെയ്യും. ക്ലിയർ? അപ്പൊ നോക്കിയേ, 2 4 6 8 10, 2 4 6 8 10. അപ്പം a equal to b അല്ലേ. therefore they are equal sets. otherwise a equal to b. next question നോക്കിയേ, a equal to x such that x is a multiple of 10. x എന്ന് പറയുന്നത് multiple of 10 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10 20. വേറെ ഒന്നും കണ്ടീഷൻസ് തന്നിട്ടില്ല. അതിങ്ങനെ 10 20 30 40 കണ്ടിന്യൂ ചെയ്യാം അല്ലെ. ഇൻഫിനിറ്റ് സെറ്റിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇനി അടുത്ത് നോക്കി, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ട് 10 15 20 25. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് വാട്ട്? 5 ആണ്. അതുപോലെ തന്നെ അപ് ടു 30 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇത് ഈക്വൽ ആണോ? അല്ല അല്ലെ. നോക്കി, ഇവിടെ 15 ഉണ്ട്, ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. therefore a not equal to b. ഇത് സോ സിമ്പിൾ അല്ലേ. കൂടുതലൊന്നും ഇതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു, ഏറ്റവും ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് നമ്പേഴ്സിനെ പറ്റി. ആ നമ്പേഴ്സ് എല്ലാം ഓർത്തിരിക്കണം. ഏതാണ് നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്നുള്ള അറിയണം, ഹോൾ നമ്പേഴ്സ്. അപ്പൊ നമ്പേഴ്സ് തമ്മിൽ തെറ്റില്ല. ഓക്കെ, അതായത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് തമ്മിൽ തെറ്റാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഷുവർ ആയിട്ട് ഫുൾ മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ സ്കോർ ചെയ്യാം. അടുത്ത സെറ്റ് നോക്കിയാൽ, ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ. a equal to 2 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. a equal to 2 3 തന്നിട്ടുണ്ട്. അടുത്ത x such that x is a solution of x square plus 5x plus 6 equal to 0. അപ്പം ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് സോൾവ് ഔട്ട് ചെയ്യുന്നത്? ലീനിയർ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു നമ്മുടെ ആ സ്റ്റാൻഡേർഡ് ഫോം? x square plus സം ഓഫ് x plus പ്രോഡക്റ്റ് അല്ലേ, a into b.
സം ഓഫ് എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഇത് വെച്ചായിരുന്നു നമ്മൾ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും രണ്ട് നമ്പേഴ്സ്? 5 സമ്മ് വരണം, പ്രോഡക്റ്റ് എന്ത് വരണം? 6 വരണം. അപ്പൊ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 2ഉം അല്ലെ? 3ഉം 2ഉം വരും. 3ഉം 2 ആണോ? -3 -2 ആണോ? അല്ല, -3 -2 വന്ന് ഇവിടെ മൈനസ് ആയിരിക്കണം. ഇവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് ഏതാണ് നമുക്ക് ആ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എഴുതാം. ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 3 എന്നാണ് എഴുതേണ്ട? അല്ല, എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. Therefore, x equal to what? We got -3 and x equal to -2, right? x plus 3 അങ്ങോട്ട് പോകുമ്പോൾ -3 ആവും, പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ -2 ആവും. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? ബി എന്ന് പറയുന്നത് 3, 2 കിട്ടി. 2 എലമെന്റ്സ് കിട്ടി. ഇവിടെ നോക്കിയാൽ വെറും 3, 2 ആണോ? സോറി, -3 -2 ആണ് അല്ലെ? സൊല്യൂഷൻ നമുക്ക് കിട്ടി -3 -2 ആണ്. കാരണം പ്രോപ്പർട്ടി നമ്മളോട് പറഞ്ഞ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇറ്റ്സ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അതുകൊണ്ട് -3ഉം -2ഉം എഴുതണം. ക്ലിയർ ആയല്ലോ? ഇനിയും അടുത്ത എന്തായിരുന്നു? തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലെ? ഈക്വൽ ടു 2, 3 കിട്ടി നമുക്ക്. ബി ഈക്വൽ ടു -3 -2 ആണ്. സെയിം ആണോ? ഇറ്റ്സ് നോട്ട് സെയിം. Therefore, it's not equal. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. അപ്പൊ നമുക്കറിയാം റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതുന്നത്? റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഇൻ ദ റോസ്റ്റർ ഫോം. നെക്സ്റ്റ് FOL. എൽ എഴുതാമോ? റിപ്പീറ്റഡ് എഴുതാൻ പാടില്ല. O ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ W. സോ വി ഗോട്ട് എയുടെ സെറ്റ് ഓഫ് എലിമെന്റ്സ് കിട്ടി. ഇനി അടുത്തത് ബി എഴുതണം. ഓക്കെ, ബിയുടെ നമുക്ക് ഓൾറെഡി എന്താണ്? വോൾഫ് എന്നാണ് വേർഡ്. വോൾഫിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? WOLF. നോക്കിക്കേ, കമ്പയർ ചെയ്തേ. എഫ് ഉണ്ട്, O ഉണ്ട്, O ഉണ്ട്, L ഉണ്ട്, L ഉണ്ട്, W ഉണ്ട്, W ഉണ്ട്. സോ ഇറ്റ്സ് ഈക്വൽ, റൈറ്റ്? സോ ഇറ്റ് ഈസ് ഈക്വൽ സെറ്റ്. A ഈക്വൽ ടു B. ക്ലിയർ? എക്സസൈസ് 1.2 സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു കുറച്ച് നമ്പേഴ്സും പിന്നെ സെറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഡോട്ടുകളും ഇൻഫിനിറ്റ് സെറ്റും പിന്നെ എന്താണ് എം ടി സെറ്റിന് വേറൊരു നെയിം ഉണ്ട്, വോയിഡ്, നൾ സെറ്റ്. അതൊക്കെ ഓർത്തിരുന്നതാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? 5 വെച്ചാണ്, എം ടി ബ്രേസസ് വെച്ചാണ്. പിന്നെ എന്താണ്? ഈക്വൽ സെറ്റ്സിനകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർത്തിരിക്കാനല്ല. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ഈക്വൽ ടു ഒരു സ്ലാഷ് സൈൻ ഇട്ടാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഐ വിൽ ക്ലിയർ ഇറ്റ് ഫോർ യു. അതുപോലെ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത്. അത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.